الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وان خير الحديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز ബഹുമാന്യരായ സത്യവിശ്വാസികളുടെ വിശ്വാസം അല്ലാഹുവിൻ്റെ നിയമത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് പൂർവ്വപ്രതിജ്ഞ. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പല സ്ഥലങ്ങളിൽ വിവരിക്കുന്നു. സൂറത്ത് ഹദീദിൽ അല്ലാഹു പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യമായി പറയുന്ന ഒരു സൂക്തമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിന, നമ്മുടെ ദൂതന്മാരെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നാം അവതരിപ്പിച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ്, അതോടൊപ്പം തന്നെ ആ വ്യക്തമായ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും നാം അവതരിപ്പിച്ചു. വൽ മീസാൻ, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്നാണ് അവതരിപ്പിക്കുക. ന്യായവും നീതിയും അതോടൊപ്പം തന്നെ അവൻ അവതരിപ്പിച്ചു. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ തുലാസ് അല്ലാഹു ഇറക്കിയിരിക്കുന്നത് ആളുകൾ ന്യായപൂർവ്വം നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്നതിന് വേണ്ടി. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. അപ്രകാരം തന്നെ നാം ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെയും ഇറക്കിയിരുന്നു. അതിൽ ജനങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ആയോധനകലകൾ, അതോടൊപ്പം തന്നെ ചില ഗുണങ്ങൾ, ചില ഉപകാരങ്ങളുണ്ട്. ആരാണ് അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും സഹായിക്കുന്നത് എന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത് അദൃശ്യമായ രീതി. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, തീർച്ചയായും അല്ലാഹു അങ്ങേയറ്റം ശക്തനും പ്രതാപശാലിയും. ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും നിയോഗ ലക്ഷ്യമായി ഖുർആൻ പറയുന്നത് ബയ്യിനാത്ത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. അതോടൊപ്പം തന്നെ ആ ബയ്യിനാത്തോടൊപ്പം തന്നെ അല്ലാഹു ഇറക്കിയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് അൽ കിതാബ്, വേദഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു പതിപ്പാണ്. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെ പ്രവാചകന്മാരിലൂടെ ഇറങ്ങിയ വേദഗ്രന്ഥങ്ങളുടെ പതിപ്പുകളാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് ശേഷമാണ് മൂന്നാമത്തെ കാര്യം ചേർത്ത് പറയുന്നത് തുലാസ്.
തുലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സിമ്പലാണ്, ന്യായത്തിന്റെ നീതിയുടെ സിമ്പലാണ് തുലാസ്. എന്തിനാണ് ഇത്തരത്തിലുള്ള തുലാസ് ഇറക്കിയത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. ആളുകൾ നീതിപൂർവ്വം നിലകൊള്ളുന്നതിന് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമായിരിക്കണം നീതി, ന്യായം. വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. നമ്മളൊക്കെ സമാധാനം, ശാന്തി, സ്വസ്ഥത കൊതിക്കുന്നവരാണ്. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഖുർആനിൽ പരിശോധിച്ചാൽ സമാധാനം എന്ന പദം നേർക്കുനേരെ പറഞ്ഞത് വളരെ ചുരുക്കമാണ്. പറഞ്ഞിട്ടുണ്ട്, പല ആവർത്തി വിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഖുർആൻ പ്രയോഗിച്ചത് ന്യായം, നീതി എന്ന പദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ സമാധാനം, സ്വസ്ഥത, ശാന്തി ഉണ്ടാകുന്നത് അവിടെ ന്യായമായ തീർപ്പ് കൽപ്പിക്കലുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ്. ആ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ ന്യായപൂർവ്വം വർത്തിക്കുന്നുവെങ്കിൽ, പെരുമാറുന്നുവെങ്കിൽ, ആളുകളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുന്നു എങ്കിൽ, അതോടൊപ്പം തന്നെ ആളുകൾക്ക് ലഭ്യമാക്കേണ്ട കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുവെങ്കിൽ ആ സമൂഹത്തിൽ സമാധാനം സ്വാഭാവികമായും ഉണ്ടാകുന്നു. അവിടെ ജീവിക്കുന്ന ആളുകൾ വളരെയധികം സന്തുഷ്ടരായി. എന്നാൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരു വിഭാഗത്തെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവരോട് പലതരത്തിലുള്ള അന്യായങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് അതിലൂടെ ലഭിക്കാൻ പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നീതി, ന്യായം എന്നുള്ളത് ഇസ്ലാമിനോട് കൊടുക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു ആശയമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ നീതിയിൽ അധിഷ്ഠിതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് റഹ്മാനിൽ അല്ലാഹു അവതരിപ്പിച്ച സൂക്തം നമുക്കൊക്കെ വളരെ സുപരിചിതമായ ആയത്താണ്. അങ്ങനെ നാം ആകാശം ഉയർത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് അല്ലാഹുവിന്റെ മഹത്വങ്ങളെ വാഴ്ത്തിയതിനു ശേഷമാണ് ഈ കാര്യം അല്ലാഹു പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ സൂക്തത്തിന്റെ തുടക്ക വചനങ്ങൾ. ആകാശത്തെ നാം ഉയർത്തിയിരിക്കുന്നു. അതിൽ നാം ഒരു താളം, ഒരു ക്രമം, ഒരു വ്യവസ്ഥ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ആ വ്യവസ്ഥ ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അളവ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും വളരെ അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായി വ്യവസ്ഥയോടുകൂടി നീതിയിൽ അധിഷ്ഠിതമായി നിലനിർത്തുക. ഒരിക്കലും നിങ്ങൾ ആ താളത്തെ, ആ ക്രമത്തെ, ആ വ്യവസ്ഥയെ ഒരിക്കലും ലംഘിക്കരുത്. നമുക്ക് ഇവിടെയൊക്കെ തന്നെ മീസാൻ എന്ന പദപ്രയോഗങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് നീതി, ന്യായം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, സൂറത്തുൽ നിസാഇലെ ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നത് നീതിയെക്കുറിച്ച് ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനൂ ഖൂലൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളായി. ഇതേ ആശയം തന്നെ മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നത് സൂറത്തുൽ മാഇദയിൽ. അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂലൂ ലില്ലാഹി ഖവ്വാമീന ബിൽ ഖിസ്ത്. ആദ്യം പറഞ്ഞ അല്ലാഹു എന്ന പദപ്രയോഗം രണ്ടാമത്തെ ആയത്തിൽ ഖിസ്ത് എന്ന പദപ്രയോഗവുമായി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു, ഒരായത്തിൽ ഖൂലൂ ഖവ്വാമീന ലില്ലാഹി, മറ്റേ ആയത്തിൽ ഖൂലൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അല്ലാഹുവിന്റെ സാക്ഷികളായിക്കോളുക. ആദ്യത്തെ ആയത്തിൽ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷികളാകുവാണ്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളായിക്കോളുക. ആ പദപ്രയോഗങ്ങൾ തന്നെ അല്ലാഹുവിന്റെ സ്ഥാനത്താണ് ഖിസ്ത് എന്ന പദപ്രയോഗം മറ്റൊരായത്തിൽ അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നു. നമ്മൾ അതിന്റെ പ്രാധാന്യമാണ് അത് വിരൽച്ചുകൊണ്ട്. നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നീതി, ന്യായം. തഖ്വ, സൂക്ഷ്മതാബോധം നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു പദമാണ്. മുത്തഖി എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന, അല്ലാഹുവിനെ ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന, ആരാധനാക്രമങ്ങളിൽ നിഷ്ഠയുള്ള, വളരെ കൃത്യമായി തന്റെ അവകാശങ്ങൾ, താൻ മറ്റുള്ളവർക്ക് നൽകേണ്ട അവകാശങ്ങൾ കൊടുത്തു തീർക്കുന്ന, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെയാണ് മുത്തഖി എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മുത്തഖി, തഖ്വയോട് കൂടുതൽ അടുത്തത് എന്ന് വിശേഷിപ്പിക്കാൻ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വിവിധ തരത്തിലുള്ള ആരാധനാക്രമങ്ങളെയല്ല. നമസ്കാരം വളരെ നിഷ്ഠയോടുകൂടി നാമൊക്കെ
നിർവഹിക്കുന്നു, മറ്റു ആരാധനകളുണ്ട്, നോമ്പും സക്കാത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. എന്നാൽ ഇതേ വ്യക്തി തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സന്ദർഭത്തിൽ ന്യായമല്ലാത്ത, അന്യായമായ, നീതിരഹിതമായ ഒരു മേഖലയിൽ ഇടപെടുന്നുവെങ്കിൽ അവിടെ തഖ്വ അയാളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നാം തിരിച്ചറിയുന്നത്. സൂറത്ത് മാഇദയിൽ അല്ലാഹു പറയുകയാണ്, ലാ യജ്രിമന്നകും ശനആൻ ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളും, അതാണ് ഭക്തിയോട് തഖ്വയോട് കൂടുതൽ അടുത്തത്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നമ്മൾ ആലോചിച്ചു, പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ആശയത്തോട് ചേരാത്ത, നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കാത്ത വ്യക്തികളോട് വളരെ വലിയ അമർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ പലപ്പോഴും ന്യായവും നീതിയും നോക്കാതെ, നീതി അല്ലെങ്കിൽ തെറ്റ് തന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് വളരെ കൃത്യമായി അറിഞ്ഞാലും മനസ്സിലാക്കിയാലും, തന്റെ കൂടെ ഇല്ലാത്ത ആളാണ് വളരെ വ്യക്തമായി നീതിപൂർവ്വം നിലകൊള്ളുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും നമ്മുടെ തെറ്റായ ആ കൂട്ടത്തിൽ നിലകൊള്ളുന്ന സമീപനങ്ങൾ ഉണ്ടാവാം. അവിടെ വളരെ കൃത്യമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള അന്യായമോ നീതിയോ അല്ലെങ്കിൽ ഒരു തരം അപകർഷതാവോ അല്ലെങ്കിൽ ഒരു അരിശം, ഒരു വിദ്വേഷം നമുക്കുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു അവസരമായി ഇത്തരം മേഖലകൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുക, അതാണ് ഭക്തിയോട് ഏറ്റവും അടുത്തത്. അപ്പൊ നീതിപൂർവ്വം നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ, തഖ്വയുടെ, സൂക്ഷ്മതാബോധത്തിന്റെ ഭാഗമാണ്. അവിടെ നമുക്ക് അങ്ങനെ നിലകൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് സൂക്ഷ്മതാബോധം, ഭക്തി അത് കൈമോശം വന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നത് അത് അന്യായമാണ്. പറഞ്ഞു, ആരാധനാകർമ്മങ്ങളിൽ എല്ലാം മതിമറന്ന് അതിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്. ആവശ്യത്തിനുള്ള ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ വായു, അങ്ങനെയുള്ള ആ ബാധ്യതകൾ വീഴ്ച വരുത്തുന്നത് അന്യായമാണ് എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 3 ആളുകൾ വന്ന ചരിത്ര സംബന്ധം പല സന്ദർഭങ്ങളായി കഴിഞ്ഞു. അവർ ചില പ്രതിജ്ഞകളൊക്കെ എടുത്തു. ഒരാൾ എടുത്ത പ്രതിജ്ഞ, ആരാധനാകർമ്മങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള കുടുംബ ജീവിതം ഞാൻ മുന്നോട്ട് നയിക്കില്ല, അങ്ങനെയുള്ള ബന്ധം എനിക്ക് വേണം. മറ്റൊരാൾ, ഞാൻ രാത്രി കാലഘട്ടത്തിൽ മുഴുവൻ നമസ്കരിക്കും, ആരാധനാകർമ്മങ്ങൾ കൂടി ജീവിച്ചു കൊണ്ടിരിക്കും. മൂന്നാമതൊരാൾ, ഞാൻ കാലം മുഴുവൻ നോമ്പനുഷ്ഠിക്കും. ഇങ്ങനെയുള്ള പ്രതിജ്ഞകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞ് എന്റെ ചര്യയിൽപ്പെട്ടതല്ല ഇതൊന്നും. ഈ പറഞ്ഞ പ്രതിജ്ഞകളൊക്കെ എടുത്ത ആളുകൾ അവർ എന്റെ ചര്യ പിൻപറ്റാത്തത് കൊണ്ട് തന്നെ അവർ എന്നിൽപ്പെട്ടവരല്ല എന്നാണ് പ്രവാചകൻ വിശേഷിച്ചത്. അതുകൊണ്ട് തന്നെ ശരീരത്തോടുള്ള ബാധ്യത വേണം, അത് നീതിയുടെ ഭാഗമാണ്. നമ്മൾ കുടുംബത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരുപാട് അംഗങ്ങളുണ്ടാവും, മാതാപിതാക്കൾ, മക്കൾ, അതോടൊപ്പം തന്നെ മറ്റു ഇതരായ കുടുംബ ബന്ധപ്പെട്ട ആളുകൾ. അവിടെയൊക്കെ തന്നെ അവരോടുള്ള ഇടപാടുകൾ, അവരോടുള്ള പെരുമാറ്റങ്ങൾ വളരെ ന്യായം, നീതി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 2-3 മക്കളുള്ള വ്യക്തി, അദ്ദേഹത്തിന് കൂടുതൽ വരുമാനം കൊണ്ട് തരുന്ന അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടുതൽ കാര്യശേഷിയുണ്ട് എന്ന് നാം ചിന്തിക്കുന്ന ഒരു മകനോട് കൂടുതൽ താല്പര്യവും മറ്റും കാണിക്കുന്നതെങ്കിൽ അത് അന്യായമാണ്. മഹാനായ നുഅ്മാൻ ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഭവം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മകന് ഒരു ഒട്ടകത്തെ ദാനം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മക്കൾക്ക് അതുപോലെ നൽകിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങുമെന്നാണ് അദ്ദേഹം. നമ്മൾ ആലോചിച്ചു, ഒരു മകൻ ഏറ്റവും പ്രിയപ്പെട്ടതാകും അല്ലെങ്കിൽ ഒരു മകൾ കൂടുതൽ പ്രിയപ്പെട്ടതാകും. അവിടെ മറ്റുള്ളവരെ പരിഗണിക്കാതെയോ അല്ലെങ്കിൽ അവരെ വേണ്ടത്ര രീതിയിൽ വകവെക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അന്യായമാണ് എന്നാണ് പ്രവാചകൻ ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ പൗത്രൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഒരു വ്യക്തി ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൻ
ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്നു. അതുകൊണ്ട് ആ വന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെ ആ പിതാവ് ചുംബിച്ചുകൊണ്ട് മടിയിലേക്ക്. രണ്ടാമതൊരു കുട്ടി വന്നു, ആ കുട്ടിയെ അവിടെ പിടിച്ചിരുത്തുക മാത്രം ചെയ്തു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കണം. ഇവിടെ എന്താണ് അന്യായം ഉണ്ടായത്? ഒരു കുട്ടിയെ പ്രത്യേകം പരിഗണിക്കുകയും ചുംബിക്കുകയും കൂടുതൽ സ്നേഹവായ്പകൾ ആ കുട്ടിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ രണ്ടാമത് വന്ന കുട്ടിയെ ജസ്റ്റ് എടുത്ത് മടിയിൽ വെക്കുക മാത്രം ചെയ്തു. ഇത് കണ്ട പ്രവാചകൻ അതിനെ നിരുത്സാഹപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത് അന്യായമാണ് എന്ന് ആ സഹാബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രീതിയിലുള്ള പെരുമാറ്റം ഏതെങ്കിലും ഒരു സന്ദർഭത്തിലുണ്ടായാൽ, മക്കൾ വലുതായാലും ഉണ്ടാകും, ചെറുപ്പത്തേക്കാൾ കൂടുതൽ അന്യായം വരാനുള്ള സാധ്യത വലുതാവുന്ന സന്ദർഭത്തിലാണ്. നമുക്ക് ഫേവറായി നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ മക്കൾക്ക് തോന്നുന്ന സന്ദർഭത്തിൽ അവർ നമുക്ക് എതിരാണ് എന്ന് തോന്നിയാൽ നമ്മുടെ മരണശേഷവും മറ്റുമുണ്ടാകുന്ന അനന്തര സ്വത്ത് വിഹിതത്തിനും മറ്റൊക്കെ അവരെ തടയുന്ന ഒരു സമീപനം ചിലപ്പോൾ ചില മാതാപിതാക്കൾ സ്വീകരിക്കാറുണ്ട്. അന്യായമായ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കൾക്ക് അവരുടേതായ, അവർ നമ്മുടെ മക്കളാണെങ്കിൽ തന്നെ അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവർ യുണീക്കാണ്. അവർക്ക് അവരുടേതായ, അവർ നമ്മുടെ വഴിയിൽ അല്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എന്നതുകൊണ്ട് അന്യായം പ്രവർത്തിക്കാൻ നമുക്കൊരിക്കലും അവകാശമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഏത് മേഖല നാം ഇടപെടുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ സാമ്പത്തികമായ കൊള്ളക്കൊടുക്കലുകൾ നടത്തുന്ന ആളുകൾ, നീതിയെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിലൊക്കെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ആലോചിച്ചത് പലപ്പോഴും ഒരു കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ ഏത് രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ നടത്താം, ഇത് അനുവദനീയമാണ്, ഹലാലാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. അവിടെ ലാഭവിഹിതപ്പെടുക്കുന്നതിലോ അല്ലെങ്കിൽ മോശപ്പെട്ട വസ്തുക്കൾ ആളുകൾക്ക് കൊടുക്കുന്നതോ അതൊന്നും ഒരു കുറ്റകരമല്ല, കച്ചവടത്തിന്റെ ഭാഗമാണ് എന്നാണ് പല ആളുകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള ലാഭം അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് നടത്തുന്ന അത്തരത്തിലുള്ള കച്ചവടങ്ങൾ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യായമാണ്. അങ്ങനെ തന്നെ ഖുർആൻ പരാമർശിക്കുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം പുജിക്കരുത്. അന്യായമായി എങ്ങനെയാണ് നമ്മൾ സമ്പത്ത് പുജിക്കുന്നത്? ഒരു വ്യക്തി, ഒരു ഉപഭോക്താവ് ഒരു കച്ചവടക്കാരനെ സമീപിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അർഹമായ രീതിയിൽ ഈ വ്യക്തി നടത്തുന്ന അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾക്കുള്ള അർഹമായ ലാഭവിഹിതം എടുത്തുകൊണ്ട് തന്നെയാണ് കച്ചവടം നടത്തുന്നത്, സംശയമില്ല. പക്ഷേ ഉള്ള ലാഭമെടുക്കുകയും ഈ വ്യക്തിയെ പറഞ്ഞു പറ്റിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചതിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനമാണ് എങ്കിൽ അത് അന്യായമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സമ്പത്ത് പുജിക്കരുത്. തുടർന്നുകൊണ്ട് പറയുന്നു, പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടം മൂലമല്ലാതെ. കൊടുക്കുന്ന വ്യക്തിയെ പോലെ തന്നെ വാങ്ങുന്ന വ്യക്തിക്ക് തൃപ്തി വേണം. ഒരു വസ്തു ഞാൻ വാങ്ങി എന്റെ വീട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ അത് ഉപയോഗശൂന്യമാണ്, അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിൽ അത് കേടുവന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അതൃപ്തി, അത് ഒരു തരത്തിലുള്ള അന്യായമാണ്. അങ്ങനെയല്ല, വാങ്ങുന്നവനും വാങ്ങിയ വ്യക്തിക്കും അതോടൊപ്പം തന്നെ കൊടുത്ത വ്യക്തിക്കും പൂർണ്ണമായ തൃപ്തി ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. അതല്ലാതെ നിങ്ങൾ നടത്തുന്ന കച്ചവടങ്ങൾ അത് അന്യായമാണ്. വളരെ വിശദമായി തന്നെ ഹദീസുകളിൽ കച്ചവടത്തിന്റെ ഇനങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. വഞ്ചനാത്മകമായ രീതിയിൽ ഒരാളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ശബ്ദം കൂടുതൽ പ്രാവശ്യം ശബ്ദം ചെയ്തു പറയുന്ന, സത്യം ചെയ്തു പറയുന്ന കച്ചവടങ്ങളെ തന്നെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ നീതിയെ കുറിച്ച് പരാമർശിക്കുന്നത്. നോക്കൂ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സന്ദർഭത്തിൽ, കടമിടപാടുകൾ നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ നീതിമാന്മാരായ സാക്ഷികൾ വേണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ചു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു സംഖ്യ കൊടുക്കുന്ന സന്ദർഭത്തിൽ പിൽക്കാലത്ത് പലതരത്തിലുള്ള തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്റെ അടുക്കൽ 1,00,000 രൂപ ഇപ്പോഴുകൂടി ഒരു വ്യക്തിക്ക് ഞാൻ കടം കൊടുക്കുന്നു, ഒരു നിശ്ചിത അവധി കൊടുക്കുന്നു, ആ അവധിക്ക് അദ്ദേഹത്തിന് തന്നു തീർക്കാൻ കഴിയാതെ വരുന്നു. 2, 3, 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ശേഷമാണ് ആ പൈസ കിട്ടുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാമ്പത്തിക മൂല്യം അനുസരിച്ച് എനിക്ക് നിർവഹിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അന്ന് നിർവഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ വളരെ കൃത്യമായ നീതിമാനായ ഒരു സാക്ഷിയുടെ സാന്നിധ്യം ആവശ്യമായിട്ടുണ്ട്. ചില തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. നമ്മൾ പഠനം നടത്തേണ്ട ഒരു മേഖലയാണ്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഇടപാടുകൾ അത് എഴുതി വെക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാവേണ്ടത്. അതിന് നിങ്ങൾ നീതിമാന്മാരായ സാക്ഷികളെ ഉപയോഗപ്പെടുത്തണമെന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഇനി വൈവാഹിക ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. വിവാഹം ഉണ്ടാകുന്ന സന്ദർഭത്തിലാകട്ടെ, വിവാഹമോചനം നടത്തുന്ന സന്ദർഭത്തിലാകട്ടെ, അവിടെയൊക്കെ തന്നെ
നീതിമാന്മാരായ സാക്ഷികളുടെ സാന്നിധ്യമുണ്ട് അവിടെ ഖുർആൻ പറയുന്നു. 2 നീതിമാന്മാരായ സാക്ഷികൾ, നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാരായ സാക്ഷികൾ അതിന് ഹാജരായിക്കൊള്ളട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീതി എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇനി അന്യായമായ രീതിയിലാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ രക്തച്ചൊരിച്ചിലാകാം, അല്ലെങ്കിൽ അസ്വസ്ഥതകളാകാം, സമാധാനമില്ലാത്ത ഒരു ജീവിതമാകാം. അതുകൊണ്ട് വളരെയധികം നാം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇലെ ഒരു ആയത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നല്ലാഹ യഅ്മുറുകും അൻ തഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമൂ ബിൽ. നിങ്ങൾ ആളുകൾക്ക് കൊടുക്കാനുള്ള അമാനത്ത്, പലതരത്തിലുള്ള അമാനത്തുകളാണ്. ആ അമാനത്തുകൾ വളരെ കൃത്യമായി അതിന്റെ അവകാശങ്ങൾ കൊടുത്തുവിട്ടാൽ ആളുകൾക്കിടയിൽ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ ഇടപെട്ടുന്നുണ്ട് എങ്കിൽ നീതിപൂർവ്വം വിധി കൽപ്പിക്കുകയും ചെയ്യുക. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്: ഒരു ജനതയിൽ വഞ്ചന പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു ഭീതി ഏർപ്പെടുത്താതിരിക്കുകയില്ല. വഞ്ചന നേരത്തെ നാം വിശദീകരിക്കുകയുണ്ടായി. കച്ചവട രംഗത്താകട്ടെ, മറ്റേതെങ്കിലും രംഗത്താകട്ടെ, മറ്റൊരാളെ ചതിച്ചാൽ സ്വാഭാവികമായും ആ ചതിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഭീതി ഉണ്ടാവുമെന്ന്, ഭീതി ജനിപ്പിക്കുമെന്നാണ് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വ്യഭിചാരം ഒരു ജനതയിൽ പ്രചരിച്ചാൽ അവരിൽ മരണം വർദ്ധിക്കാതിരിക്കുകയില്ല. വ്യഭിചരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക ലാവണ്യം നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ വിവിധ മാരകമായ രോഗങ്ങൾ അവരെ പിടിപെടാനും മരണം നേരത്തെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു ജനത അളവും തൂക്കും കുറച്ചാൽ അവർക്ക് ആഹാരത്തിൽ അഭിവൃദ്ധി തടയപ്പെടാതിരിക്കുകയില്ല. കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്: ഒരു ജനത അളവും തൂക്കവും കുറച്ചാൽ അവർക്ക് ആഹാരത്തിൽ അഭിവൃദ്ധി തടയപ്പെടാതിരിക്കുകയില്ല. അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാറുണ്ട്. വളരെ കൃത്യമായി നാം മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കാതെ അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും: ന്യായപ്രകാരമല്ലാതെ ഒരു ജനത വിധി നടത്തുന്നതായാൽ അവരിൽ രക്തം ചിന്തൽ പ്രചാരപ്പെടാതിരിക്കുകയില്ല. ന്യായം നീതിപൂർവമല്ലാതെ വിധി ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരം സമീപനങ്ങൾ ഉണ്ടാവുകയോ സ്വാഭാവികമായും അനീതിക്ക് ഇരയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാര മനസ്സ് അയാൾ ഉടലെടുക്കും. ആ പ്രതികാരം പല നിലയിലാക്കാം. ഒരുപക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച ഉണ്ടാവാനുള്ള മാനസികമായ തേട്ടമാകാം, അല്ലെങ്കിൽ അങ്ങനെ തകർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ പ്രവർത്തനങ്ങളാണ്. അവിടെ സ്വാഭാവികമുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലാണ്, പരസ്പരം അസ്വസ്ഥതയാണ്. അതുകൊണ്ട് സമാധാനം, ശാന്തിയും സ്വസ്ഥതയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഈ നീതിബോധം എന്ന് നാം തിരിച്ചറിയേണ്ടത്. നോക്കൂ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ എത്രമാത്രം ശ്രദ്ധയാണ് ആ നീതിബോധത്തിന് നൽകിയിരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിമാൻ എന്നതിന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉദാഹരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈജിപ്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സ്ത്രീ അദ്ദേഹത്തിന് കത്തെഴുതുകയുണ്ടായി. എന്റെ വീട് പൊളിച്ച് ആ വീടിന്റെ ഭാഗം പള്ളിയാക്കിയിരിക്കുന്നു എന്നതായിരുന്നു അതിനുണ്ടായിരുന്ന പരാതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗവർണർക്ക് കത്തെഴുതി. എന്താണ് അവിടെ സംഭവിച്ചത്? ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. ഗവർണർ വളരെ വിശദമായി തിരിച്ചു മറുപടി അയച്ചു. അത് ഇപ്രകാരമായിരുന്നു: ആ വിശ്വാസികൾ വർദ്ധിച്ചതിനാൽ, ഈജിപ്തിൽ ഇസ്ലാമിക പ്രബോധനം സാർവത്രികമാവുകയും മുസ്ലിങ്ങൾ അധികരിക്കുകയും ചെയ്തതിനാൽ നിലവിൽ ഈ പ്രദേശത്തുള്ള പള്ളിയിൽ ആളുകളെ ഉൾക്കൊള്ളാനും കഴിയാതെ ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം അവരുടേതാണ്. അതുകൊണ്ട് അവരോട് അത് പള്ളിക്ക് വേണ്ടി നൽകുവാൻ ആവശ്യപ്പെട്ടു. വില കൊടുത്തിട്ട് തന്നെ ആ നാട്ടിലുള്ള ആ സമയത്തുള്ള വിലയുടെ ഇരട്ടി വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ അവർ അത് കൊടുക്കുകയില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം അത് പിടിച്ചെടുക്കേണ്ടി വന്നു. അവർക്കുള്ള അതിനുള്ള വില ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലും അവർക്കത് സ്വീകരിക്കാവുന്നതാണ് എന്നതായിരുന്നു ആ വലിയ, അതായത് ആ വലിയ ഗവർണർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി അയച്ചു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ നിർദ്ദേശം: നിങ്ങൾ പുതുതായി നിർമ്മിച്ച ആ പള്ളിയുടെ പോർഷൻ അത് തകർക്കുകയും അത് നശിപ്പിക്കുകയും എങ്ങനെയാണോ പഴയ രീതിയിൽ അവിടെ വീടുണ്ടായിരുന്നത് അതേ രീതിയിൽ ആ അവരുടെ വീട് പുനർനിർമ്മിച്ച് നൽകുകയും ചെയ്യണമെന്നായിരുന്നു. ഇവിടെ വിശ്വാസികളുണ്ടല്ലോ, അവർ അധികരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന ചിന്തയില്ല. മറിച്ച് ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് വ്യക്തിപരമായി അതിൽ
താല്പര്യമുണ്ടെങ്കിൽ, അത് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ഒരിക്കലും നിർബന്ധിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ ഭവനത്തിന്റെ ഇവരുടെ വരുന്ന ഭാഗം പൊളിച്ചു നീക്കിക്കൊണ്ട് അവർക്ക് പഴയ രീതിയിൽ വീടുണ്ടാക്കി കൊടുക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. നാം ആലോചിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നീതി, ന്യായം, നിയമങ്ങളൊക്കെ തന്നെ ആ നിയമങ്ങൾ ആളുകൾക്ക് വളരെയധികം പ്രയാസകരമായ കാര്യങ്ങളാണ്. ചില നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആളുകൾ 10, 20, 15 വർഷങ്ങളായി ജയിലറകളിൽ കഴിയുന്ന ആളുകളുണ്ട്, വിചാരണ തടവുകാരായി. എന്താണ് അവർ ചെയ്ത കുറ്റം എന്ന് തെളിയിക്കുവാൻ ഭരണകൂടത്തിന് കഴിയാതെ വരുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം, അദ്ദേഹത്തിന്റെ കരിയർ, ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വലിയ നീണ്ട കാലയളവിൽ കേവലം വിചാരണ തടവുകാരനായി ഇയാൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലറയിൽ തള്ളപ്പെടുന്ന സന്ദർഭത്തിൽ അത് വളരെ കൃത്യമായി എന്താണ് ഇയാൾ ചെയ്ത കുറ്റം എന്ന് തെളിയിക്കപ്പെടാതെ നിരപരാധിയായിട്ടാണ് അയാൾ അവിടെ കിടക്കുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഈ കാലം അത്രയും സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകുവാൻ എന്ത് സംവിധാനമാണുള്ളത് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുകയുണ്ടായി, അൽ ബയ്യനതു അലൽ മുദ്ദഇ, കുറ്റം ആരോപിക്കുന്ന വ്യക്തി അയാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. വൽ യമീനു അലാ മൻ അൻകറ, എന്നാൽ ആ കുറ്റം നിഷേധിക്കുന്ന ആൾ, എനിക്കെതിരെ ഒരു കുറ്റമുണ്ട് എന്ന് പറയുന്ന വ്യക്തി ഞാനത് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്കത് നിഷേധിക്കാം, എനിക്കതിനെ തള്ളി പറയാം. ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വാദിക്കുന്ന വ്യക്തിയാണ് തെളിവ് കൊണ്ടുവന്ന് അത് സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഭരണകൂടമാണ് അങ്ങനെ നിൽക്കുന്നതെങ്കിൽ ഇവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ വളരെ കൃത്യമായി നടത്തി, വളരെ എളുപ്പത്തിൽ തന്നെ നടത്തി, അത് സ്ഥാപിച്ച കുറ്റവാളികളാണെങ്കിൽ അവർക്ക് അതിനനുസൃതമായ ശിക്ഷ വിധിക്കുകയും, അതല്ല അവർ നിരപരാധികളാണെങ്കിൽ അവരെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെയൊക്കെ തന്നെ ബാധ്യതയാണ്. എന്തിന്റെ പേരിലായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുള്ള നിയമങ്ങൾ ആളുകൾക്ക് ഭാരമാകുന്ന അല്ലെങ്കിൽ ആളുകളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ നിയമങ്ങൾ തന്നെ സ്ഥാപിക്കപ്പെടുന്നത് പല രീതിയിലാണ്. ഒരു മോഷ്ടാവ് ഹാജരാക്കപ്പെടുകയുണ്ട്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഈ മോഷ്ടാവ് മോഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റാനാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന്റെ കൈകൾ ചേർക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ വെറുതെ എന്നിട്ട് നിർദ്ദേശം നൽകി ദാരിദ്ര്യമില്ലാതാക്കുവാൻ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനനുസൃതമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണ് നാം ആദ്യം മുതലേണ്ടത്. അത് തീർത്തിട്ട് മാത്രമാണ് പിന്നീടും അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അയാളെ ശിക്ഷിക്കേണ്ടത് എന്ന് പറയുകയുണ്ടായി. ഇവിടെയൊക്കെ തന്നെ നിയമം എന്ന് പറയുന്നത് അത് ന്യായത്തിന്റെ ഭാഗത്തായിരിക്കണം. കേവലം ആളുകളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുക എന്നതല്ല അതിന്റെ ലക്ഷ്യം. എന്ത് തന്നെയായാലും നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നീതി. നീതി എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ആയത്തുകളിലൂടെ നീതിയെ കുറിച്ച് പറയുന്നു. നേരത്തെ നാം സൂചിപ്പിക്കുകയാണ്, സൂറത്തുൽ നിസാഇ ഒരു ആയത്തിൽ നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുക, അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളാൽ നീതി ലഭിക്കപ്പെടുന്ന വ്യക്തി ധനികനോ ദരിദ്രനാവട്ടെ അതൊന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല, നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുക എന്ന് പറയുന്ന ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗമാണിത്. നാം ഇടപെടുന്ന മേഖലകൾ അവിടെ ന്യായപൂർവ്വം നീതിപൂർവ്വം നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നീതിപൂർവ്വം നിലകൊള്ളുന്ന ആളുകളിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ഇടവേള ദിനത്തിലാണ് നാം. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായി വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചില അവകാശങ്ങൾ സർക്കാരിൽ നിന്ന് നമുക്ക് നേടിത്തരുന്നതിന് വേണ്ടിയാണ് സ്ഥാനാർത്ഥികൾ മറ്റും നിലകൊള്ളുന്നതും അവരുടെ പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു അലങ്കാരമല്ല.
ഞാനൊരു മെമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസിലേക്ക് കയറി ചെന്നാൽ പെട്ടെന്ന് ചെയർ കയറുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തേക്കാം. അതൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് ചില പരിഗണനകൾ വെച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനം. എന്നാൽ ഒരു മുസ്ലിം വ്യക്തി അത്തരത്തിലുള്ള സ്ഥാനം വഹിക്കുന്ന സന്ദർഭത്തിൽ കേവലമുള്ള ഒരു സ്ഥാനമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. നേരത്തെ നാം സൂചിപ്പിച്ച സൂറത്തുൽ നിസായിലെ ആയത്തിൽ അല്ലാഹു പറയുകയുണ്ടായി, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തഖുദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹി. അല്ലാഹു ഉത്തരവാദിത്തങ്ങൾ, അമാനാത്തുകൾ അത് അതിന്റെ ആളുകൾക്ക് നൽകി തീർക്കുവാൻ നിങ്ങളോട് കൽപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനയോ മറ്റോ ഭാരവാഹി എന്ന് പറയുമ്പോൾ അത് ആളുകൾ ആദരിക്കപ്പെടുന്ന ഒരു പദവിക്കപ്പുറം ആളുകൾക്ക് അല്ലെങ്കിൽ താൻ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്തം ഏത് രീതിയിലാണ് നിർവഹിക്കുക എന്നുള്ള ചിന്ത അത്തരം ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. ഒരു പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ അതിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം ഒരിക്കലും ഉണ്ടാകാത്തതല്ല. അതോടൊപ്പം തന്നെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമീപനമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പലപ്പോഴും വലിയ ശത്രുത ആളുകൾക്കിടയിൽ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അതുമുതൽ ആ പ്രദേശത്തിന്റെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിവേചനം ഉണ്ടാകുന്ന ഒരു സമീപനം ഉണ്ടാക്കരുത്. തന്റെ രാഷ്ട്രീയ ആശയങ്ങൾക്കെതിരായിരുന്നാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ വ്യക്തിക്ക് കഴിയേണ്ടത്. ഒരു മുസ്ലിം എന്ന വ്യക്തി അത്തരം അമാനത്തുകൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ ആത്യന്തികമായ വിജയം ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ തന്നെ രാഷ്ട്രീയ ആശയം അതിന്റെ ഏറ്റവും പാരമ്പര്യത്തിൽ നിലകൊള്ളുന്ന ഒരു സമയമാണ്. അവിടെ നമ്മുടെ ക്ഷമ നശിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ മറ്റും മുടക്കുന്ന സന്ദർഭത്തിൽ അനിസ്ലാമികമായ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ തുലാസിൽ അപകടകരമായ രീതിയിൽ ഖനം തൂകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ നമ്മുടെ ഭാഗത്ത് വരാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഭക്തി, തഖ്വ അതിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ സഹായങ്ങൾ. നിങ്ങൾ നന്മയുടെയും അതുപോലെ തന്നെ സൂക്ഷ്മതായ കാര്യത്തിൽ പരസ്പരം സഹായിക്കുക. ശത്രുതയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പാപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കരുത്, സഹകരിക്കരുത്. നമ്മോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പാപമാണ് ചെയ്യുന്നതെങ്കിൽ, മറ്റു ആളുകൾക്കെതിരെ അക്രമമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പിന്തിരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്കത് നിർവഹിക്കാം. അതില്ല എങ്കിൽ മാനസികമായി അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കാം. അതല്ലാതെ എന്റെ പാർട്ടിയാണ്, ഞാൻ നിൽക്കുന്ന കക്ഷിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്ന ചിന്തയില്ല ഒരു വിശ്വാസം ഉണ്ടാവരുത്. ശത്രുതായ കാര്യത്തിൽ, പാപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് നൽകുന്ന ആഹ്വാനമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ നാം വിശദീകരിച്ച നീതിയിൽ അധിഷ്ഠിതമായ ന്യായത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു നമ്മെ എവിടെയും പരിവർത്തിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും പാപങ്ങളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുവാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا